നമസ്കാരം. ദൈവടിച്ചവരിലേക്ക് അവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അലി ഫിലിപ്പ് ബ്രദറിന്റെ ജീവിതത്തിന്റെ വളരെ നിർണായകമായ ചില അവസ്ഥകളിലേക്ക്, അനുഭവങ്ങളിലേക്ക് നമ്മൾ ഈ എപ്പിസോഡിൽ കടന്നു വരികയാണ്. വിവാഹ ജീവിതം, തുടർന്ന് ഈ കാലഘട്ടത്തിലൊക്കെ കർത്താവ് വഴി നടത്തിയ അനുഭവങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. ബ്രദറെ, ഈ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ സെമിനാരി പഠനം, 3.5 വർഷത്തെ ബൈബിൾ പഠനവും ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്തായിരുന്നു ശരിക്കും ജീവിത മാർഗം? എന്തായിരുന്നു? എല്ലാം തന്നെ വാസ്തവത്തിൽ വിശ്വാസത്താലാണ്. അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ നാളുകളിലൊക്കെയും ദൈവം എന്നെ നടത്തിയത് എന്ന് ബൈബിളിൽ പറയുന്നത് പോലെ തന്നെ വിശ്വാസം. പഠനമൊക്കെ കഴിഞ്ഞോടുകൂടെ തന്നെ വളരെ വിശ്വാസം എൻ്റെ ജീവിതത്തിലെ സ്ട്രോങ് ആയ വിശ്വാസം തന്നെ. ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം നടത്തും എന്നുള്ള ദൈവം കൈവിടുകയില്ല. ദൈവം കൈവിടാത്തവനാണ് എന്നുള്ളത് എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് ഓരോ ദിവസവും തന്നെ കാണിച്ചു തരികയായിരുന്നു. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലായി. അത് യാഥാർത്ഥ്യമാണെന്ന്, അതായത് യേശു ഇന്നും ജീവിക്കുന്നു നമ്മുടെ കൂടെ ഉണ്ടെന്നും സഹായിക്കാൻ നമ്മളോട് ഒപ്പം തന്നെ ഉണ്ടെന്നും അനുനിമിഷം നമ്മളെ ദൈവം വഴി നടത്തുന്നുണ്ടെന്നും നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ ഒക്കെ ഉണ്ടായാൽ പോലും അതുപോലെ നന്മയ്ക്കാക്കി മാറ്റുന്ന കർത്താവിന്റെ സ്നേഹത്തെയൊക്കെ തിരിച്ചറിയാനൊക്കെ പറ്റുന്നത്. അതെ 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 അത് അനുഭവത്തിലൂടെയാണ് എൻ്റെ മനസ്സിലാക്കാനായിട്ട്. വായിച്ചു, ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ കൈവിടാതെ നമ്മളെ അക്ഷരം പ്രതി കർത്താവ് നടത്തുന്ന ആ ഒരു വഴിയിലൂടെ എനിക്ക് അനുഭവിച്ച് അറിയാനൊക്കെ ആയിട്ട് സാധിച്ചു. പിന്നീട് ഈ വിവാഹ ജീവിതത്തിലേക്ക് വരുന്നത് എങ്ങനെയാ? സാധാരണത്തിൽ ഇങ്ങനെ ഒരു മതം മാറി വിശ്വാസത്തിലേക്ക് വന്ന ഒരാള്, പ്രത്യേകിച്ച് ഇതുപോലൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നിൽക്കുന്ന ഒരാള്, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരാള്, പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല, അതുപോലെ തന്നെ പല പ്രയാസങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു പെൺകുട്ടിയെ തരാനായിട്ട് പെൺകുട്ടിയുടെ വീട്ടുകാർ സ്വാഭാവികമായിട്ട് തയ്യാറാകത്തില്ല. അപ്പം എന്താ സംഭവിച്ചത്? എങ്ങനെയാണ് വിവാഹ ജീവിതത്തിലേക്ക് വന്നത്? ഞാൻ പറഞ്ഞ മുമ്പ് വിശ്വാസത്തെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. വിശ്വാസം എൻ്റെ ജീവിതത്തിൽ വളരെയധികം വിശ്വാസമായിരുന്നു. ദൈവം തന്നെ അത്ഭുതകരമായിട്ട് വരുന്ന എനിക്ക് വേണ്ടി കരുതും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. സെമിനാരിൽ പഠനം കഴിഞ്ഞ് എൻ്റെ നാട്ടിൽ വന്നിട്ട് തന്നെ ഞാൻ പ്രവർത്തനം ആരംഭിച്ചങ്ങനെ മുമ്പോട്ട് പോയപ്പോഴാണ് വിവാഹം കഴിക്കുന്നില്ല എന്നൊരു ചിന്തയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. വിവാഹം കഴിക്കാതെ തന്നെ അങ്ങനെ കുറച്ച് ലേറ്റ് ആയി പോയി. അങ്ങനെ ചിന്തിച്ച് മുമ്പോട്ട് വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വാസ്തവത്തിലെ ഒരു പനി വരുന്നത്. എനിക്ക് നമ്മളെ സഹായിക്കാനൊന്നും ആരും ഇല്ലായിരുന്നു. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ പോലും, ഒരു ആഹാരം ഉണ്ടാക്കി തരാൻ പോലും ആരും ഇല്ലാത്ത ഒരു അനുഭവം, അത് വലിയൊരു ഇതുണ്ടായിരുന്നു. അപ്പോഴാണ് പിന്നീട് വിവാഹം കഴിക്കാമെന്നുള്ള ഒരു ചിന്ത വരുന്നത്. നമുക്ക് ആരെങ്കിലും ഒരു സഹായം വേണമല്ലോ. പിന്നീട് അങ്ങനെ പെണ്ണ് ആലോചിച്ചു. അങ്ങനെ പത്രത്തിൽ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്തു ഞാൻ. മനോരമ പത്രത്തിൽ അങ്ങനെ ജനിച്ചൊരു വ്യക്തിയാണ്, അങ്ങനെ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് വീടില്ല, വേറെ ആരും ഇല്ല, അപ്പോ അങ്ങനെ താല്പര്യമാണെങ്കിൽ മുമ്പോട്ട് വരാം. വരുന്ന ഒരു പത്രത്തിൽ പരസ്യം കണ്ട് എത്ര പേര് വിളിച്ചു? അങ്ങനെ കുറെ പേര് എന്നെയൊക്കെ ലെറ്റർ എഴുതി, ലെറ്റർ വന്നു, പിന്നെ മെസ്സേജ് വന്നു. ഗൾഫിൽ നിന്നൊക്കെ നേഴ്സുമാരും പല ആൾക്കാരൊക്കെ മുമ്പോട്ട് വന്നായിരുന്നു. അങ്ങനെ തമ്പുരാൻ നമുക്ക് ഒരുക്കുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പൊ അവിടെ നേരെ നമുക്ക് ഒരുക്കിയിരിക്കുന്നത് ഈ കട്ടിലിപ്പോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നമുക്കൊരു പെണ്ണായിരുന്നു. എനിക്ക് ലെറ്റർ വന്നു, എനിക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ കാര്യങ്ങൾ നിന്ന് ഒരു സഭയുമായി ബന്ധപ്പെട്ട് അവരെനിക്ക് ആ വിവാഹം, അങ്ങനെ കുടുംബജീവിതം വളരെ ധന്യമായി അനുഗ്രഹമായൊക്കെ ഒരു ജോലിയുണ്ട്. ഗവൺമെന്റ് ജോലിയല്ല, പ്രൈവറ്റിലൊരു ജോലി ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. വളരെ സന്തോഷകരമായിട്ടൊരു മകനും കൂടെ തമ്പുരാൻ അതിന് വേണ്ടി ഒരുക്കി തന്നു. ഇപ്പൊ അവന് നഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കാൻ പോലും സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ആ സമയം വന്നപ്പോ മുട്ടുമേലിരുന്ന് പ്രാർത്ഥിച്ചു. അവിടെ 1 വർഷം കൊടുക്കാനുള്ള ഫീസ് ഒക്കെ തന്നെയാണ് ആരോടും പറയാതെ തന്നെ തമ്പുരാൻ പ്രാർത്ഥനയിലൂടെ. നമ്മുടെ ഭൗതിക ആവശ്യങ്ങളെല്ലാം ഈശോ തന്നെ പറഞ്ഞില്ല, നിങ്ങൾ ആദ്യമേ ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ ഒരു തരത്തിലും ആകുലപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം നടത്തി നമ്മുടെ ജീവിതം മുൻപോട്ടുള്ള ഈ യാത്രയിൽ. കുടുംബജീവിതം ആരംഭിച്ചു, ഒരു കുഞ്ഞുണ്ടായി, അവന്റെ വിദ്യാഭ്യാസം, കാര്യങ്ങൾ ഇതെല്ലാം നടന്നു പോകുമ്പോൾ തന്നെ അങ്ങയുടെ പ്രവർത്തനങ്ങൾ അതെങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്?
പ്രവർത്തനം എനിക്ക് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായി. മുസ്ലിംസിന്റെ ഇടയിൽ തന്നെ ഈശോയെ കുറിച്ച് പറയുക. മറ്റുള്ള രീതിയിൽ സുവിശേഷ പ്രവർത്തനത്തെ കുറിച്ച് ചിന്തിച്ചില്ല. ഒരിക്കൽ പോലും സുവിശേഷം കേൾക്കാത്ത, ധ്യാനം കൂടാത്ത, ഒരിക്കൽ പോലും ആര് സുവിശേഷം കേൾക്കാത്ത, പറയാത്ത ഒരു ഭാഗം ആൾക്കാർ ആരാണെന്ന് ഇങ്ങനെ ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നപ്പോ ഞാൻ ജനിച്ച് വളർത്തപ്പെട്ട മുസ്ലിങ്ങളോട് തന്നെ ഈശോയെ കുറിച്ച് പറയണം. അത് തിരസ്കരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ കർത്താവ്. നീ ലോകത്തിലൊക്കെയും പോവുക. അതിന് കണ്ടെത്തിയ ഉപാധി എന്തായിരുന്നു? ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവര് തിരസ്കരിച്ചെന്ന് വരും. അതെ അതെ. അപ്പൊ അതിനുള്ള മാർഗം എന്താ കണ്ടെത്തിയത്? ആദ്യം എനിക്ക് എങ്ങനെ വഴി തുറന്നു തന്നത് റേഡിയോയിലൂടെ മുസ്ലിങ്ങളോട് ഈശോയെ കുറിച്ച് പറയാന്നുള്ളതായിരുന്നു. അപ്പൊ അതിനുള്ളൊരു മുഖാന്തരം ആദ്യം തുറന്നു കിട്ടി. റേഡിയോയില് ഞാൻ പഠിച്ച സെമിനാരിൽ തന്നെ അതിലെ ഒരു വ്യക്തി, അങ്ങനെ അദ്ദേഹത്തിന് ഒരു മിനിസ്ട്രി ഉണ്ടായിരുന്നു. ബ്രദറിന്റെ അങ്ങനെ താല്പര്യമാണെങ്കിൽ നമുക്ക് ഈശോയെ കുറിച്ചുള്ള സുവിശേഷം മുസ്ലിങ്ങൾക്ക് ഈ റേഡിയോയിലൂടെ പറയാം എന്ന് പറഞ്ഞൊരു വാതില തുറന്നു വന്നു. തുറന്നു വന്നപ്പോ പിന്നീട് ഇങ്ങനെ പല ചോദ്യങ്ങളും ഇങ്ങനെ വരാൻ തുടങ്ങി മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന്. അപ്പൊ അവർക്ക് എല്ലാവരും എഴുതി അറിയിക്കാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെ ആദ്യമായിട്ടൊരു മാസിക തുടങ്ങിയാണ്, മുസ്ലിങ്ങളെ ചോദ്യങ്ങൾക്കുള്ള മറുപടി. അവർക്ക് മറുപടി നൽകുക എന്നുള്ള നിലയിൽ 3 മാസം കൂടുമ്പോൾ പല ചോദ്യങ്ങളും ഇങ്ങനെ വരും. അതിന് മറുപടി നൽകിക്കൊണ്ടാണ് നൂറുൽ ഹയാത്ത് എന്ന് പറഞ്ഞ് അറബിയിൽ തന്നെ പേര് കൊടുത്തുകൊണ്ട് ഒരു മാസിക ആരംഭിച്ചു. മാസിക ആരംഭിച്ചപ്പോൾ തന്നെ നമുക്ക് അതിന്റെ സാമ്പത്തികമായ ആവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആരോടും ചോദിക്കാതെ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവഹിതമാണെങ്കിൽ എനിക്കിതിനൊരു വഴി തുറന്നു തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന്റെ പേരിൽ തീർച്ചയായിട്ടും അത് കൊണ്ടുപോകാനുള്ള ഒരു മുഖാന്തരമായി പല വ്യക്തികളും മുസ്ലിങ്ങളോടും ഈശോയെക്കുറിച്ചും ഈശോയുടെ അത്ഭുതങ്ങളെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും ഒക്കെ എഴുതാനും മുസ്ലിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനും ഖുർആൻ എന്ത് പറയുന്നു, ഹദീസിൽ എന്ത് പറയുന്നു, ഇസ്ലാമിക ചരിത്രങ്ങൾ എന്ത് പറയുന്നു എന്നൊക്കെ രണ്ടും കൂടെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ക്രൈസ്തവ വീക്ഷണത്തിൽ ആണ് ഞാൻ ആദ്യമായിട്ട് ഈ മാസിക ആരംഭിച്ചത്. ഈ വാക്കിന്റെ പേരെന്താ? ഈ നൂറുൽ ഹയാത്ത് അർത്ഥം എന്താണ്? ജീവ വെളിച്ചം. ജീവ വെളിച്ചം എന്നുള്ള ഒരു ഇതാണ്. അപ്പൊ നമ്മളൊരു വെളിച്ചത്തെ പകരുക എന്നുള്ളതേ ഉള്ളൂ ലക്ഷ്യം. അതെ അതെ. ആരോടും ആരെയും മതം മാറ്റിക്കാനോ അങ്ങനെയുള്ള ഉദ്ദേശങ്ങളൊന്നും നമുക്കില്ല. ഒന്നുമില്ല. ആരെയും മതം മാറ്റിയത് കൊണ്ട് നമുക്ക് രക്ഷ കിട്ടത്തില്ല. അതൊരു സ്വയമായിട്ട് അത് നമ്മുടെ ലക്ഷ്യമല്ല. ഒരു വ്യക്തിയെ മതം മാറ്റുക എന്നുള്ളത് നമ്മുടെ പ്രവർത്തന ലക്ഷ്യമേ അല്ല. ഈശോയെ കുറിച്ച് പറയുക, അത്രേ ഉള്ളൂ. അവരുടെ സംശയങ്ങളെ ദൂരീകരിക്കുക. അവർ സ്വയം മനസ്സോടെ സ്വീകരിച്ച് രക്ഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ മുമ്പോട്ട് വരിക. നമ്മൾ ആരെയും നിർബന്ധിക്കുക, ഒരു വ്യക്തിയെ ഇതുവരെ നമ്മളെ നിർബന്ധിക്കാനോ അല്ലെങ്കിൽ ഇത് മാത്രമേ സ്നാനപ്പെടുത്താനോ അല്ലല്ല. അത് നമ്മുടെ ജോലിയല്ല. അത് അങ്ങനെ ഈശോ ചെയ്തിട്ടില്ല. സുവിശേഷം പറയാനായിട്ട് നമ്മളോട് പറഞ്ഞു. അത് നമ്മളെ കടമയാണ്, നമ്മളെ കർത്തവ്യമാണ്. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മളെ കടക്കാരനുമാണെന്ന് വിശുദ്ധ ബൈബിള് നമ്മളെ വളരെ വ്യക്തമായിട്ട്. അത് തന്നെ ആ സുവിശേഷം നിങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ പറയുന്ന സുവിശേഷം. അതെ അതെ അതെ. ആരെയും തലയെടുക്കാൻ പറയുന്ന ഒരു സുവിശേഷം ഇല്ല. നമ്മൾ ആരെയും തലയെടുക്കാനായിട്ട് പറയുന്ന ഒരു സുവിശേഷമില്ല. മനസ്സിലായ? സ്നേഹത്തിന്റെ ഭാഷയിൽ ഈശോ നിനക്ക് വേണ്ടി ചെയ്തതായ നന്മകള്, ഉപകാരങ്ങള്, നിന്റെ പാപങ്ങൾ ഏറ്റെടുത്ത കാര്യങ്ങളെ കുറിച്ചും ദൈവസ്നേഹത്തെ കുറിച്ചും പറയാം. ആരെയും കൊല്ലാനോ ആരെയും ഉപദ്രവിക്കാനോ നിന്റെ അയൽവാസിയോട് ക്രൂരമായി പെരുമാറാനോ ബൈബിള് പറയുന്നില്ല. അപ്പൊ അങ്ങയുടെ ഈ പ്രവർത്തനങ്ങളിൽ എത്രമാത്രം ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്? പല വ്യക്തികളോട് നമ്മളെ സുവിശേഷം പറയാനായിട്ട് നമുക്ക് സാധിച്ചു. ചില ആൾക്കാർ അതുപോലെ വിശ്വാസത്തിൽ വരാനായിട്ട് പലയിടങ്ങളിലും നമുക്കിടയായി. ഈ കൊറോണ കാലം വരെ നമ്മൾ എന്ത് ചെയ്തായിരുന്നു? ഈ മാസിക മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. മാസിക കൊറോണ കാലത്ത് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും ഉണ്ടായതുപോലെ തന്നെ നമുക്കുണ്ടായി. അങ്ങനെ കുറച്ചു കാലം അത് നിന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യാദൃശികമായിട്ട് ഒരു പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു അപ്പോളജിസ്റ്റ് ആണ്, ക്രിസ്ത്യൻ പ്രിൻസ് എന്ന് പറയും. ഒരു അറബി ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം എഴുതിയ ഒരു ദ ഡിസെപ്ഷൻ ഓഫ് അള്ളാ എന്ന് പറഞ്ഞ ഒരു പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടി. അതിങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം, ഇത് എൻ്റെ മുസ്ലിം വിശ്വാസത്തിലേക്ക് വന്ന അല്ലെങ്കിൽ വ്യക്തികൾ ഇത് വായിക്കണം.
എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പൊ അതുകൊണ്ടത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. അത് പബ്ലിഷ് ചെയ്യാൻ പൈസയില്ല. അങ്ങനെ വളരെ പ്രയാസപ്പെട്ടു. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പബ്ലിഷ് ചെയ്യാനുള്ള പൈസ തമ്പുരാനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് പല വ്യക്തികളിലൂടെ എനിക്ക് ഒരുക്കി തന്നു. അങ്ങനെ കേരളത്തിൽ അത് പബ്ലിഷ് ചെയ്യാൻ നോക്കിയിട്ട് ആരും എടുത്തില്ല. ലാസ്റ്റ് അത് ഞാൻ തമിഴ്നാട്ടിൽ കൊണ്ടുപോയാണ് പബ്ലിഷ് ചെയ്ത് മുസ്ലിം സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ അനേക ക്രൈസ്തവ സുഹൃത്തുക്കൾക്ക് ഇത് എന്താണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കാനൊക്കെ ആയിട്ട് എനിക്കത് സാധിച്ചു. അതിനുശേഷം തന്നെ പല സംശയങ്ങളും ദൂരീകരിക്കാനൊക്കെ ആയിട്ട് പല പുസ്തകങ്ങളും പബ്ലിഷ് ചെയ്യാൻ, സ്ത്രീകൾക്ക് എന്നുള്ള സ്ഥാനം ഇസ്ലാമിൽ എന്താണ്, ക്രൈസ്തവർ എന്തിലാണ് അത് പറയുന്നത് എന്ന് പറഞ്ഞ് വേറൊരു പുസ്തകം പബ്ലിഷ് ചെയ്യാനൊക്കെ ആയിട്ട് എനിക്ക് അതിനെ ശേഷം ഇടയായി. അതിനുശേഷമാണ് പിന്നീട് യേശുവും ഈശയും ഒന്നല്ല, രണ്ട് കഥാപാത്രങ്ങളാണ് എന്ന് പറഞ്ഞ പോലെ മറ്റൊരു പുസ്തകം പബ്ലിഷ് ചെയ്യാനൊക്കെ ആയിട്ട് തമ്പുരാനെ വഴി ഒരുക്കി തന്നു. അതിനോട് കൂടെ തന്നെ ക്രൈസ്തവർ വിശ്വസിക്കുന്ന ദൈവം അല്ലെങ്കിൽ തൃത്വമല്ല ഇസ്ലാമിൽ അള്ളാഹു പ്രതിപാദിക്കുന്നത്. അള്ളാഹു പ്രതിപാദിക്കുന്ന തൃത്വം പറയുന്നത് അള്ളാഹു, ഈസ, മറിയമാണ്. അതല്ല ക്രൈസ്തവർ വിശ്വസിക്കുന്ന ഈ തൃത്വം എന്ന് വിശദീകരിച്ചു കൊണ്ടൊരു പുസ്തകം ഇറക്കാനൊക്കെ ആയിട്ട് ഉള്ളതായ അവസരം ഉണ്ടായി. ഇതൊക്കെ തന്നെ അനേക മുസ്ലിങ്ങൾ സഹോദരങ്ങൾക്ക് തന്നെ ഫ്രീ ആയിട്ട് തന്നെയാണ് അയച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തില് ഈ സെക്യുലർ ലോകത്തിൽ നിന്ന് അങ്ങോട്ടുള്ള സമീപനം അങ്ങനെ സെക്യുലർ ഇസ്ലാമിനെതിരാണ്. ഇസ്ലാം മുമ്പ് പറഞ്ഞാൽ ഇസ്ലാമിന് പൂർണ്ണമായിട്ടും എതിരാണ്. ഇങ്ങനെ ഒരു വ്യക്തി വരുമ്പോൾ സാധാരണ ഇപ്പൊ താങ്കളോട് ഇടപെടുന്നത് പോലെ ആയിരിക്കത്തില്ല എന്നോട് ഇടപെടുന്നത്. താങ്കൾ ഒരു ക്രിസ്ത്യാനിയാണ്, ജനിച്ച് വളർത്തപ്പെട്ട ഒരു ക്രിസ്തീയ വിഭാഗത്തിൽ ജനിച്ച് പെട്ടതുകൊണ്ട് താങ്കൾക്ക് ആ എതിർപ്പ് വരുന്നില്ല. അല്ല, എന്നാൽ ഞാൻ മുസ്ലിമായ വ്യക്തി കർത്താവിനെ സ്വീകരിച്ച ഒരു ക്രിസ്ത്യാനിയാകുമ്പോൾ അവരെ ഖുർആൻ എന്ത് പറഞ്ഞു ആ രീതിയിലാണ് എന്നെ എന്ത് ചെയ്യുന്നത്, വീക്ഷിക്കുന്നത്. ഏത് രീതിയിൽ അവസരം കിട്ടിയാൽ എന്നെ അടിക്കാനോ കൊല്ലാനോ ഉപദ്രവിക്കാനോ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇന്നും ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സാധാരണക്കാര് നടക്കുന്നത് പോലെ എനിക്ക് പരസ്യമായിട്ട് യാത്ര ചെയ്യാനും പരസ്യമായിട്ട് മുമ്പോട്ട് പോകാനും ഒരു പറ്റാത്ത ഒരു കാലഘട്ടമാണെന്ന്. കാരണം ഇപ്പൊ എന്നെ അറിയാത്ത ആൾക്കാർ വളരെ കുറവാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പരസ്യമായിട്ട് തന്നെ എന്റെ ഫോട്ടോ വെച്ചിട്ട് തന്നെ കാര്യങ്ങളൊക്കെ വളരെ രഹസ്യമായിട്ട് എന്തെങ്കിലും കള്ളപ്പേരിലൊന്നും ഞാൻ അറിയപ്പെടുന്നതാണ് ആഗ്രഹിക്കുന്നുമില്ല. ദൈവം എനിക്ക് ഒരു ജീവൻ തന്നിട്ടുണ്ട്. ആ ജീവൻ വരെ ഞാൻ എന്ത് ചെയ്യും, അതുപോലെ തന്നെ എനിക്ക് റിസ്ക് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ മുമ്പോട്ട് ഞാൻ പരസ്യമായിട്ട് തന്നെ ഇപ്പൊ ഇത് പുറത്ത് വന്നാച്ചാൻ എന്റെ മുഖം കാണുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഇതിനു മുമ്പ് പല ആൾക്കാരും എടുത്തിട്ടുണ്ട്. അതെല്ലാം പരസ്യമായിട്ട് തന്നെ ആണ് കാണുന്നത്, പരസ്യമായിട്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത്, പരസ്യമായിട്ട് തന്നെ ഞാൻ ഇടപെടുന്നത്. എല്ലാ കാര്യം ഞാൻ പരസ്യമായിട്ട്, എനിക്കൊരു പേടിയില്ല. ഈ അടുത്ത കാലഘട്ടങ്ങളില് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അങ്ങേക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? അടുത്ത കാലത്ത് പല ഇതുങ്ങളും ഉണ്ടായിട്ടുണ്ട്. പല പ്രശ്നങ്ങളും എന്ന് പറഞ്ഞാൽ ആൾക്കാര് തെറി പറയുന്നതും, ഇപ്പൊ വിളിച്ചിട്ട് തെറി പറയും. മിഞ്ഞാന്ന് ഒരാള് വിളിച്ചിരുന്നു, തെറി പറഞ്ഞിട്ടുള്ള അനുഭവങ്ങളുണ്ട്. പിന്നെ നമ്മൾക്ക് ദൈവം തമ്പുരാനുള്ള സംരക്ഷണം. ഒറ്റക്കൊക്കെ മിക്കവാറും ഒക്കെ യാത്ര ചെയ്യുന്ന ബസ്സിലും ട്രെയിനിലൊന്നും അങ്ങനെ യാത്ര വളരെ കുറവാണ്, ഒറ്റയ്ക്ക് ആയിട്ട്. പിന്നെ മിക്കവാറും ഉള്ളത് ഈ കാറിലൊക്കെ തന്നെയാണ് യാത്ര ചെയ്യാറുള്ളത്. ദൂരൊക്കെ പോകുമ്പോൾ നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യും. കാരണം നമ്മളുടെ ഒരു പ്രൊട്ടക്ഷനും കൂടെ തമ്പുരാൻ ഒരു വഴി ഉണ്ടല്ലോ, ഒരുക്കിയുണ്ടല്ലോ. ആ ഒരുക്കിയ വഴിയിലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് കൊണ്ടാണ്. അതായത് ട്രെയിനിൽ പോയാൽ നമ്മളെ പരസ്യമായിട്ട് തന്നെ കാണാനും ഉപദ്രവിക്കാനൊക്കെ ഉള്ള സാധ്യതകളും സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്തൊരു ഭയമുണ്ട്. എങ്കിൽ പോലും നമ്മൾക്ക് സംരക്ഷണം തമ്പുരാൻ തരുന്നുണ്ട്. തീർച്ചയായിട്ടും ദൈവം അറിയാതെ നമ്മുടെ ഒരു തലമുടിനാര് പോലും പൊഴിയത്തില്ലെന്നും, അതെ അതെ അതെ, ദൈവം അറിയാതെ യാതൊന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ലെന്നും ആ ഒരു വലിയൊരു ഉറപ്പുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം എന്നും പോലെ കർത്താവ് പറഞ്ഞു. നിശ്ചയമായിട്ടും ഇതിലെയോ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് പറയെല്ലാം ദൈവം തമ്പുരാൻ കാത്തുകൊള്ളും എന്ന് പറഞ്ഞതിന് അർത്ഥമില്ല. അവിടെ നമ്മൾ വിവേകം തന്നിരിക്കുന്നത് പാമ്പിനെ പോലെ നമ്മൾ എന്ത് ചെയ്യണം, ബുദ്ധിപരമായും പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കണം എന്ന് ദൈവകൽപ്പന ഉള്ളത് കൊണ്ട് നമ്മളത് അംഗീകരിച്ച് അതനുസരിച്ച് അതിന് കീഴ്പ്പെട്ട് അതിനുള്ളതായ സാഹചര്യം തമ്പുരാൻ ഒരുക്കി തരുമ്പോൾ അതിന് കീഴ്പ്പെട്ട് മുമ്പോട്ട് പോകാനാണ് തമ്പുരാൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്.
അപ്പൊ അതിന് നമുക്ക് ഒരുക്കി കിട്ടുന്നതായ വഴിയിലൂടെ നമ്മൾ പോകുന്നില്ലെങ്കിൽ പിന്നീട് അത് അപകടമാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു സാഹചര്യം തമ്പുരാൻ നമുക്ക് ഒരുക്കി തന്നത് കൊണ്ടും ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ടും തമ്പുരാനാണ് ഒരുക്കി തരുന്ന വഴികൾ. ആ ഒരുക്കി തരുന്ന വഴിയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? യാത്ര ചെയ്യുന്നു. അതാണ് തമ്പുരാൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എല്ലാ ദിവസവും ബൈബിള് ധാരാളമായിട്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്യാം. അനുദിനം വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മൾ തന്നെ ഓരോ ദിവസവും വൈകുന്നേരം ഞങ്ങൾ കുടുംബമായി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം നൽകിയ നന്മകള്, ഉപകാരങ്ങള്, നടത്തിയ വഴികള് 23 വർഷം കഴിഞ്ഞ ഒരു വർഷം നമ്മളെ വിട്ട് കടന്നു പോയല്ലോ. ദൈവം അത്ഭുതകരമായിട്ടാണ്, അതിശയകരമായിട്ടാണ്. വളരെ കഷ്ടപ്പാട് ഓരോരുത്തരും പറയുന്നുണ്ട്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഈ 2023 ഞങ്ങൾ കൂടുതൽ ദൈവത്തോട് അടുക്കാനുള്ള സാഹചര്യങ്ങളാണ് എനിക്കുണ്ടായത്. സന്ദർഭങ്ങള് ഓരോ ദിവസവും പോകാനും ഓരോ ഇടങ്ങളിൽ പോയി ഓരോ ദേവാലയത്തിൽ പോയിരുന്ന് മണിക്കൂറുകളോളം പ്രാർത്ഥിച്ച് തന്നെ സമർപ്പിക്കാനും എന്നെ തന്നെ കാണാനും ഒക്കെ ഉള്ളതായ ഒരു അവസരം എനിക്ക് ലഭിച്ചത് ഈ 2023 അല്ലേ. അതുപോലെ തന്നെ എനിക്ക് വീടില്ലായിരുന്നു, സ്വന്തമായിട്ടൊരു വീടില്ലായിരുന്നു. ഒരു ചെറിയ വീട് വൈഫിന്റെ കുടുംബത്തിൽ നിന്ന് കുറച്ച് സ്ഥലം കിട്ടി. അതൊന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള ആ ഒരു അവസരം എനിക്ക് കിട്ടിയത് 2023 സ്വന്തമായിട്ടൊരു വീട്. ഇന്നും സ്വന്തമായിട്ടൊരു വീടില്ല ഇല്ല. എങ്കിലും എന്തില്ല, അത്ഭുതകരമായി അതിശയകരമായി ദൈവം നടത്തുന്നു. വാടക കൊടുക്കേണ്ട ആവശ്യമില്ല. വൈഫിന്റെ ഒരു ചെറിയൊരു വീട് കിട്ടി. അതിൽ നിന്ന് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് വഴി നടത്തുന്നു. ഇതുവരെയും ബ്രദറിന് സ്വന്തമായിട്ടൊരു വീട് ഇല്ല. സ്വന്തമായിട്ടൊരു വീട് വെക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. എങ്കിലും വൈഫിന്റെ ഓഹരി എനിക്ക് കിട്ടി. അതിലൊരു ചെറിയ വീടുണ്ടായിരുന്നു. അതിൽ ചെറിയൊരു സെറ്റപ്പിലും കൂടെ കഴിഞ്ഞു പോകുന്നു. വലിയൊരു സെറ്റപ്പ് ആകണം എന്നുള്ളൊരു താല്പര്യമൊന്നുമില്ല. അതിലെല്ലാത്തിലും ഉപരി നമുക്ക് കർത്താവിന്റെ സുവിശേഷം പ്രതിഫലിച്ച് കൂടാതെ അല്ലേ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സുവിശേഷം ഒരിക്കൽ പോലും സുവിശേഷം എത്തപ്പെട്ടിട്ടില്ലാത്ത ജനവിഭാഗത്തോട് സുവിശേഷം അറിയിക്കുക, അതിനാണ് ദൈവം എന്നെ വിളിച്ചത് എന്നുള്ള പൂർണ്ണമായ ബോധ്യം എനിക്കത് ലഭിച്ചതിന്റെ പേരിൽ അവരുടെ ഇടയിൽ ഈ സുവിശേഷം അറിയിച്ചുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമീപ കാലഘട്ടങ്ങളിലായിട്ട് പല ഇഷ്യൂസ് ഒക്കെ കടന്നു വന്ന് ഈ പ്രത്യേകിച്ച് ഈ ലവ് ജിഹാദ് പോലെയുള്ള മേഖലകളിലൊക്കെ ഈ ക്രിസ്ത്യൻ പെൺകുട്ടികളെ വളരെ ബോധപൂർവം കൃത്യമായ അജണ്ടയോടുകൂടി ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെയൊക്കെ പലരും അടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു ആരോപണങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മൾ ഈ മതത്തിൻ്റെ പേരിൽ, സമുദായത്തിൻ്റെ പേരിൽ തമ്മിലടിക്കുക, തമ്മിൽ തലകീറുക, അത് ശരിക്കും ഒരിക്കലും അത് ദൈവികമല്ലെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ച മാർഗം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു വഴിയാണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള നമ്മുടെ ക്രൈസ്തവ സമൂഹം നേരിടുന്ന ഈ പ്രശ്നങ്ങളെ എങ്ങനെ നമുക്ക് അതിജീവിക്കാനും നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കും? 2015 വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് ലവ് ജിഹാദിനെ കുറിച്ച് ഈ എൻ്റെ മാസികയിൽ ഞാൻ എഴുതിയത്. ഇപ്പോഴല്ല, ഇതൊക്കെ ഇപ്പൊ അടുത്ത കാലത്താണ് ഈ ലവ് ജിഹാദിനെ കുറിച്ചൊക്കെ ഉള്ള ശക്തമായ ഇടപെടലൊക്കെ ഉണ്ടായത്. എന്നാൽ 15 വർഷം മുമ്പ് ഞാൻ ലവ് ജിഹാദ് ഉണ്ടെന്നും ലവ് ജിഹാദിലൂടെ ക്രൈസ്തവ പെൺകുട്ടികളെ ചതിയിലൂടെ ഇസ്ലാമിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് എഴുതിയപ്പോൾ അന്ന് ക്രൈസ്തവ സമൂഹത്തിലെ ഒരു ചില ആൾക്കാരെങ്കിൽ പോലും എന്നെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്തതായിട്ട് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. ആ വ്യക്തി ഇപ്പൊ ഒരാള് വ്യക്തി ശക്തമായി എതിർത്തൊരു വ്യക്തി കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്റെ മുഖത്ത് നോക്കാൻ പോലും ഒരു പ്രയാസം ഉണ്ടായിരുന്നു. 15 വർഷം മുമ്പാണ് ഞാനത് പറഞ്ഞത്. വലിയൊരു ഗ്രൂപ്പ് ഉണ്ട് ആൾക്കാര് അങ്ങനെ ലവ് ജിഹാദ്. അല്ല, ഇപ്പൊ നമുക്ക് എന്താണ് ശരിക്കും നമുക്കൊരു സമാധാനത്തിന്റെ മാർഗത്തിൽ, സ്നേഹത്തിന്റെ മാർഗത്തിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം, നമ്മുടെ സൺഡേ സ്കൂളിൽ അതിനെക്കുറിച്ച് വ്യക്തമായ നമ്മളെ പൊളിച്ചെഴുതണമെന്ന് എനിക്കത് പറയാനായിട്ടുള്ളൂ. ഇന്നത്തെ സൺഡേ സ്കൂൾ പുസ്തകങ്ങളിലൊക്കെ ചില കാര്യങ്ങൾ നമ്മളെ വ്യക്തമായിട്ട് ചേർക്കേണ്ടതായ ആവശ്യമുണ്ട്. അതായത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അനന്യതയെക്കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളോട് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണത്തിന്റെ ആവശ്യമുണ്ട്. നമ്മളെ പല കുട്ടികൾക്ക് മാത്രമല്ല, സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് പോലും യേശു ദൈവമാണെന്ന് ചോദിച്ചാൽ ബൈബിളിലെ അവർക്ക് യേശുവിന്റെ ദൈവത്വം തെളിയിക്കാനായിട്ട് പറ്റുന്നില്ല. ഇസ്ലാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നിങ്ങളെ ദൈവം ഞങ്ങളെ ദൈവം ഒന്നാണ്, യേശു ഈസ ഒന്നാണ്, ഇബ്രാഹിം ഒന്നാണ്, അള്ളാഹു യഹോവ ഒന്നാണെന്നൊക്കെ ഉള്ളത് ആയ ഒരു ചിന്താഗതിയാണ് പലപ്പോഴും നമ്മളുടെ അധ്യാപകർക്ക് പോലും ഉള്ളത്. അതിന് വ്യക്തമായ ആ ധാരണ നമ്മളെ സൺഡേ സ്കൂളിലൂടെ തന്നെ അത് കൊടുക്കണം. അപ്പൊ ഞങ്ങൾ ക്ലാസ് എടുക്കാൻ വിളിക്കുന്ന ലവ് ജിഹാദിനെ കുറിച്ച് ക്ലാസ് എടുക്കാനായിട്ട് വിളിക്കുന്ന പലയിടങ്ങളിലും എന്നെ വിളിക്കാൻ ഞങ്ങള് പ്രൊജക്ടർ വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. എങ്ങനെയാണ് അത്? അവർക്കൊരു അജണ്ട ഉണ്ട് അതിന്. അപ്പൊ ശരിക്കും ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു അറുതി വരുത്തുവാനായിട്ട് നമ്മുടെ സൺഡേ സ്കൂളുകളിൽ കൃത്യമായ ബോധവൽക്കരണം ഉണ്ടാകണം. ഒപ്പം തന്നെ നമ്മുടെ എല്ലാ ഇടവുകളിലും എല്ലാ സാധ്യതകളിലും നമ്മൾ ഇതേക്കുറിച്ച് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ മാർഗം. അതെ അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഒന്നാമത് കണ്ട ഓരോ ഇടവകളിലും നമ്മളെ കുട്ടികൾക്ക് വ്യക്തമായ ബോധവൽക്കരണം, ഇതിന്റെ പിമ്പിലുള്ള ചതി എന്താണ്, മനസ്സിലായോ, അത് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഓരോ ഇടവകളിലും, ഒരുമിച്ചല്ല, ഓരോ ഇടവകളിലും നമ്മൾ അതെന്താണ്, നമ്മളെ കുട്ടികൾ എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയാണ് അവർ ചതിപ്പെടുത്തുന്നത്, അവരുടെ ഇടയിൽ ഇതിന്റെ അജണ്ട എന്താണ്, അവർ പ്രത്യേകത ട്രെയിനിങ് കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, ഇസ്ലാമിക വിശ്വാസത്തെക്കുറിച്ച്, നമ്മുടേതായ വിശ്വാസ പ്രമാണം എന്താണ് പറയുന്നു, അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ബോധവൽക്കരണം നടത്തിയെങ്കിൽ മാത്രമേ നമ്മളെ കുട്ടികളെ നമുക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, പണ്ടാരോ പറയുന്നത് കേട്ടിട്ട്, വല്ലവന്റെയും അമ്മയ്ക്ക് ഭ്രാന്തായ കാണാൻ നല്ല ശൈലി എന്ന് പറഞ്ഞാൽ അവരവരുടെ കുടുംബത്തിൽ ഒന്ന് നഷ്ടപ്പെടുമ്പോഴേ അവർക്ക് ആ വേദന അറിയുള്ളൂ. എന്റെ കുട്ടി നഷ്ടപ്പെടില്ലെങ്കിൽ എനിക്ക് വേദന അറിയില്ല. എന്റെ ഒരു കുട്ടി പോകുമ്പോഴേ അതിന്റെ വേദന എനിക്കറിയത്തുള്ളൂ, എനിക്ക് കണ്ണുനീര് വരുള്ളൂ. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നവരെ വളരെ പുച്ഛത്തോടെ കാണുന്ന ഒരു സെക്യുലർ ലോകമുണ്ട് ഇവിടെ. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഞാനൊരു കുട്ടിയെ രക്ഷിക്കാനായിട്ട് ചെന്ന ഇപ്പോൾ ഒരു അച്ഛൻ എന്നോട് ബ്രദറിന് എന്താ ഇത്ര വലിയ, പോകുന്നങ്ങ് പോട്ടെ എന്നൊരു എന്നോട് പറഞ്ഞ എനിക്ക് വ്യക്തമായിട്ട് പല ഇടങ്ങളിൽ എന്റെ സ്വന്തം പൈസ മുടക്കി പോയി ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവന്ന അനുഭവം എനിക്ക്. അച്ഛന്റെ കുടുംബത്തിൽ നിന്ന് ഇങ്ങനൊരു കുട്ടി പോയാലേ അതിന്റെ വിഷമം അറിയത്തുള്ളൂ. എനിക്ക് എന്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും പോയെങ്കിൽ വിഷമം അറിയത്തുള്ളൂ. വല്ലവന്റെയും കുട്ടി പോയ എനിക്കെന്താ, എനിക്കൊരു വേദന ഇല്ലല്ലോ, അവരെ കുട്ടിയല്ലേ പോയത്. എന്നിട്ട് ആ കുടുംബത്തെ എന്തെങ്കിലും കുറ്റം പറയും, വളർത്തു ദോഷമാണ്. ഇത് വ്യക്തമായ അജണ്ടയാണ്, ഇങ്ങനെ അവർക്കൊരു പ്രൊജക്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നില്ല. അതായത് ഇപ്പൊ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ, യൗവനപ്രായത്തിലുള്ളവർ തമ്മിൽ പരസ്പരം കണ്ടു, ഇഷ്ടപ്പെടുന്നു, അതിൽ ജാതിയും മതവും ഒന്നും നോക്കാതെ അവർക്ക് വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്നതിന് ഇവിടെ ആരും നമ്മളൊരു തടസ്സമില്ല, നമുക്കൊരു എതിർപ്പില്ല. നമ്മുടെ രാജ്യത്ത് ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, അങ്ങനെ ജീവിക്കുന്നതിന് ആർക്കും ഒരു തടസ്സമില്ല. പക്ഷേ ഇത് കൃത്യമായ ഒരു അജണ്ടയോടുകൂടി മതം വളർത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി മറ്റ് മതവിശ്വാസങ്ങളിലുള്ള പെൺകുട്ടികളെ ഇങ്ങനെ അടിച്ചോണ്ട് പോകുന്നതിനെ, അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. അതെ അതെ, ഇത് വിവാഹമല്ല, ഇത് വിവാഹമല്ല, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരു അജണ്ടയാണ്. അതല്ല, അല്ലെങ്കിൽ ഇപ്പൊ ഒരു പെൺകുട്ടി, ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഇപ്പൊ രണ്ടുപേരും കണ്ടു, ഇഷ്ടപ്പെട്ടു, ആ ഒരു വിവാഹം കഴിച്ചു, അവരും നല്ല രീതിയിൽ ജീവിക്കുന്നു, അതിനെ നമുക്കൊന്നും എതിർപ്പ്. അങ്ങനെ എത്രയോ ആൾക്കാർ ജീവിക്കുന്നവരുണ്ട്, അതിനെ നമ്മളെ എതിർക്കുന്നില്ല. ഇത് എന്ന് പറയുന്നത് മതം വളർത്താൻ അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടികളെ പ്രേമം നടിച്ച് വശത്താക്കി മതം മാറ്റി വലിയ തീവ്രവാദ സംഘടനയിലേക്കൊക്കെ പറഞ്ഞു വിടുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എതിർക്കുന്നത്. മനസ്സിലായോ? സത്യസന്ധമായ രീതിയിൽ പ്രേമിച്ച് വിവാഹം കഴിക്കുന്നതിന് നമുക്കൊരു എതിർപ്പില്ല. ശരിക്കും ഈ കാര്യത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാല്, ഈ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആ മനോഹാരിത, അതിലടങ്ങിയിരിക്കുന്ന ആ സ്നേഹവും പരസ്പര ബഹുമാനവും, ഇതെല്ലാം എല്ലാത്തിലും ഉപരി യേശുക്രിസ്തു എന്ന ആ ഏക സത്യദൈവത്തെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം, അങ്ങനെ ഒരു അനുഭവം, ഒരു ദൈവാനുഭവം നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും അതിലൂടെയാണ് നമ്മൾക്ക് ആ കുടുംബത്തെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് പറ്റുന്നത്, ആ ദൈവസ്നേഹം. ഇപ്പൊ എനിക്ക് അനുഭവമാക്കിയത്, ഞാനൊരു ബൈബിള് വായിച്ചതിന്റെ പേരില, വായിച്ച് എനിക്ക് മനസ്സിലായി ആരാണ് ദൈവം, ദൈവം നമ്മളെ എങ്ങനെ സ്നേഹിക്കുന്നുണ്ട്, ദൈവം നമ്മളെ എത്രമാത്രം കരുണ കാണിക്കുന്നുണ്ട്, ദൈവം നമ്മള് പ്രാർത്ഥിച്ച ദൈവത്തോട് അടുത്ത് കഴിഞ്ഞാൽ എത്രമാത്രം ദൈവം നമ്മോട് അടുത്ത് വരുന്നുണ്ട് എന്നുള്ളത് എനിക്ക് എന്റെ അനുഭവത്തിലൂടെ ഞാൻ ഇത് പറഞ്ഞത്. എനിക്ക് അനുഭവത്തിലൂടെ പറയാനായിട്ട് പറ്റും. അതല്ല, ബൈബിളിൽ ഒരു വാക്യം, ടേസ്റ്റ് ആൻഡ് സീ
ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. ദൈവം നല്ലവനാണെന്ന് രുചിച്ചറിയുക. മനസ്സിലായോ? ആ രുചിച്ചറിയുമ്പോഴാണ് നമുക്ക് ദൈവത്തിന്റെ ആ സ്നേഹവും, ദൈവത്തെ എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നുണ്ട്, ദൈവം നമ്മെ കൈവിടാത്തവനാണ്, ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നവനാണെന്ന് മനസ്സിലാകുന്നത് അനുഭവത്തിലൂടെയാണ്. ഇപ്പോ പഞ്ചസാര എന്ന് പറഞ്ഞ് നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാര നമ്മളെ നാവിലിടുന്നതോ, ഒരു പത്രത്തിൽ എഴുതി പഞ്ചസാര എന്ന് പറഞ്ഞ് നക്കിയാലും ആ മധുരം കിട്ടുകയില്ല. പഞ്ചസാര ഇട്ടെങ്കിലേ നമുക്ക് രുചിച്ചറിയാനായിട്ട്. ഒന്ന് കേവലമായ ഒരു അറിവ് മാത്രമേ ഉള്ളൂ, മറ്റേത് അനുഭവിച്ചുള്ളതാണ്. ആദ്യകാലത്ത് അത് ആയിരുന്നു. നമ്മളൊക്കെ ഇപ്പൊ എനിക്ക് ചെറുപ്പത്തിലൊക്കെ ഞാൻ വരുന്ന സമയത്തൊക്കെ പാതിരാക്കൊക്കെ ഏത് സമയത്തും നമ്മൾ ക്രൈസ്തവ വിശ്വാസികൾ എഴുന്നേറ്റ് പള്ളിയിൽ പോയി ഒക്കെ ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ആരാധിക്കുകയും കുർബാന കൈക്കൊള്ളുകയും ചെയ്യുന്ന ഒരു അനുഭവം ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇല്ല, തീവ്രതയില്ല. ദൈവത്തോട് കൂടുതൽ അടുക്കുന്ന ഒരു അനുഭവം ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയി. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അകൽച്ചയുണ്ട്. നമ്മൾ ഒരു മതവിശ്വാസികളായിട്ട്, സമുദായ ജീവികളായിട്ട് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകുന്നു. പള്ളിയിൽ പോയപ്പോ കുർബാന തുടങ്ങുകയാണെങ്കിൽ കുർബാന തുടങ്ങിയതിന് ശേഷം പോയി മുട്ടുകുത്തി ഒരു കുരിശം വരച്ചിട്ട് ഒരു പേരിന് പള്ളിയിൽ പോകുന്നുണ്ടെന്നുള്ളൊരു പേര്. ആദ്യകാലത്ത് അതല്ലായിരുന്നു. ആദ്യകാലത്ത് എന്ന് പറഞ്ഞ വിശ്വാസം എന്ന് പറഞ്ഞാൽ തീവ്രത ഉണ്ടായിരുന്നു. അല്ല, ആ ഒരു ആദിമ ചൈതന്യത്തിലേക്ക് മടങ്ങി വരണം, കർത്താവിനോടുള്ള ബന്ധത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ലക്ഷ്യം തന്നെ, പ്രവർത്തനങ്ങളുടെയൊക്കെ ലക്ഷ്യം അതാണ്. ഏതായാലും ഈ മേഖലയിൽ ഈ പറഞ്ഞ രീതിയിൽ ആദിമ സഭയുടെ ഒരു ചൈതന്യത്തിലേക്ക്, കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ ആഴത്തിലേക്ക് നമ്മുടെ ജൈവജനത്തെ കൂട്ടിക്കൊണ്ടുവരുവാൻ, അതുപോലെ തന്നെ കർത്താവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ജനങ്ങളുടെ ഇടയിലേക്ക് സുവിശേഷം എത്തിക്കുവാൻ അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ തലത്തിലുമുള്ള പരിശ്രമങ്ങൾ അത് വളരെയേറെ ശ്ലാഘനീയമാണ്. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. എത്രമാത്രം പ്രോത്സാഹനം തന്നാലും അതൊന്നും ഒരു പരിധിക്കപ്പുറത്തോട്ട് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഇനിയും ധാരാളം അവസരങ്ങൾ അങ്ങേക്ക് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ അവസാന സമയം വരെ കർത്താവിന് വേണ്ടി നിലപാടെടുക്കാനും സുവിശേഷം കൊടുക്കുവാനും ആ മേഖലയിൽ കൂടുതൽ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുവാനും ഒക്കെ അങ്ങേക്ക് സാധിക്കട്ടെ. അങ്ങയുടെ കുടുംബത്തെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അങ്ങയുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവിൻ്റെ ശക്തമായ പരിപാലനയും കരുതലും സംരക്ഷണവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രേക്ഷകർ അലി ഫിലിപ്പ് ബ്രദറിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. കർത്താവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ബ്രദറിൻ്റെ വേണ്ടിയുള്ള പ്രാർത്ഥന ഒരിക്കലും നിങ്ങൾ മുടക്കരുത്. ഇതുപോലെയുള്ള ധാരാളം വ്യക്തികൾ ഇനിയും സഭയിൽ, സമൂഹത്തിൽ ഉണ്ടായി വരട്ടെ. നമുക്ക് കർത്താവിന് നന്ദി പറയാം. തീപിടിച്ചവരുടെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു തീപിടിച്ച വ്യക്തിയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ കർത്താവിൻ്റെ കൃപയിൽ, സംരക്ഷണത്തിൽ എല്ലാവരും ആയിത്തീരട്ടെ. ദൈവം ഇത്രമാത്രം ദൈവം തിരഞ്ഞെടുത്ത് ഇപ്രകാരം ഈ സെക്കിന TV പ്രേക്ഷകരിലേക്ക് ഇവിടെ കടന്നു വരാനും ഇപ്രകാരം ഒരു അവസരം ഒരുക്കി തന്ന സെക്കീന TVയുടെ എല്ലാ വ്യക്തികൾക്കും, നേതൃത്വത്തിനും പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി അൽനൂർ അപ്പോളജറ്റിക് മിനിസ്ട്രിക്ക് വേണ്ടിയും ഒരിക്കൽ പോലും സുവിശേഷം എത്തിയിട്ടില്ലാത്ത ജനവിഭാഗത്തോട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സത്യസുവിശേഷം അവരിലേക്ക് എത്തിക്കുവാൻ നിങ്ങളെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. തമ്പുരാൻ ധാരാളമായ കൃപകൾ നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.